ഉസ്താദ് അവർകളെ, പിന്നെ അവിടെ ചെന്നിട്ട് എൻ്റെ ഈ രായത്തെ ചങ്ങായിമാരെ, നിങ്ങളെ മുന്നൊരു കുറേ ചെന്നിട്ട് വെടിപ്പാടുന്ന ഇഷ്ടപ്പെട്ട ചെറിയ വിഷയ ചുമത്താൻ അള്ളാഹു താല തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു താല നാം പിടിച്ച നോമ്പും നാം നിസ്കരിച്ച നിസ്കാരം അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു താല നിങ്ങൾ പിടിക്കുന്ന നോമ്പും നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ. ഒരു മനുഷ്യ ചൊല്ലാമെങ്കിൽ അവർക്ക് ചേഞ്ചസ് ആവശ്യമുണ്ട്. ചേഞ്ചസ് രണ്ട് ടൈപ്പ് ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുക. ഒന്ന് ഭൗതികമായ ഒരു ചേഞ്ചസ്, അല്ലെങ്കിൽ രണ്ടാമത്തത് ആത്മീയമായ ചേഞ്ചസ്. ഈ മനുഷ്യ സമൂഹ ഭൗതിക ചേഞ്ചസിൽ സുമാറ് മുന്നിലെത്തിയ എത്ര ചെന്നിട്ടെങ്കിൽ ഇപ്പത്തെ ഒരു മനുഷ്യ പേരിക്കുന്ന നാല് സ്പേസിൽ പോയിട്ട് ജീവിക്കുന്നു വിചാരിച്ചു. അത് മാത്രല്ല, എത്ര വർഷങ്ങൾക്ക് മുമ്പിൽ സ്പേസ് മംഗള ഗ്രഹത്ത് മണ്ണെടുത്തോണ്ട് ഈ ലോകത്തിൽ എത്തുന്നുണ്ടാകും. പക്ഷെ ഈ ഭൗതിക അവന്റെ ಬೆಳವಣಿಗೆ എത്ര ಬೇರೆ നിങ്ങൾക്ക് അപ്പൊ തോന്നും. മാത്രല്ല ഇനി സ്പേസ് എക്സിന്റെ എലൻ മാസ്ക് ഉണ്ടാക്കിയ അതിൽ പോയിട്ട് അവിടെ താമസിച്ചിട്ട് സുമാർ വർഷം ജയിക്കുമ്പോഴാകുന്ന ഒരു പ്രത്യേക ഒരു സിസ്റ്റം ഉണ്ട്. ഞങ്ങൾ ഭൗതികമായിട്ട് ഞങ്ങൾ മനുഷ്യ അത്ര മുന്നോട്ട് പോയിട്ടായിരിക്കും. പക്ഷെ ആത്മീയമായിട്ട് അവന് അലക്ക താന്നുപോയി. ഈ ആത്മീയമായിട്ട് താന്നുപോയ ഒരു മനുഷ്യ അവന് ചേഞ്ചസ് അവർക്ക് ആവശ്യം അല്ലേ. ആത്മീയമായിട്ട് ഒരു മനുഷ്യ അവന്റെ സമയമില്ലാണ്ടായെങ്കിൽ ഭൗതികമായിട്ട് എത്ര വേണമെങ്കിൽ ഒരു പ്രയോജനം. അപ്പൊ അവന്റെ ചേഞ്ചസ് ആവശ്യമുണ്ട്. പക്ഷെ അവന്റെ ചേഞ്ചസ് ആവശ്യമുള്ള കാരണം കൊണ്ടിട്ട് അവന്റെ നഫ്സ് അവൻ എന്താക്കണം, അവള് ശരിയാക്കാൻ. പക്ഷെ നഫ്സ് എന്താക്കില്ല, അവന്റെ ശരിയാവില്ല. കാരണം അല്ലാഹു തആല ഖുർആനിൽ ചൊല്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നൻ നഫ്സ ലഅമ്മാറതും ബിസ്സൂ. ഈ നഫ്സ് ചൊല്ലതുണ്ടല്ലേ, ഈ തടി ചൊല്ലതുണ്ടല്ലേ, അത് ബെടക്ക് ആധിപത്യം പിടിച്ചിട്ടിക്കിട്. ഞങ്ങളെ എപ്പോഴും പ്രേരണയാക്കരുത്, നീ ബെടക്കാക്ക്. ഞങ്ങളെ എപ്പോഴും അത് പ്രചോദനാക്കരുത്, നീ നിസ്കരിക്കുക പോണ്ട. നീ പള്ളി പോകുമ്പോ അത് നിന്റെ നഫ്സ് എനിക്ക് ചൊല്ലു, നീ പള്ളി പോണ്ടാട്ടി. ഔത്തുൽ ഇന്നത്തെ നീ മാച്ച് നോക്കിയെങ്കിൽ എത്ര നല്ലത്. അല്ലെങ്കിൽ നീ പള്ളി പോണ്ടാട്ടി നിന്നെ ഔത്തിലെ നിസ്കരിച്ചെങ്കിൽ എനിക്ക് എത്ര നല്ലല്ലേ. പള്ളി പോയിട്ട് എന്തൊരു പ്രയോജനമുണ്ട്. മാത്രല്ല അള്ളാഹു അവൻ വിചാരിക്കുന്ന പള്ളി പോയിട്ട് അവന്റെ മനസ്സിൽ അവനെ വിചാരിച്ചോണ്ട ഞങ്ങൾക്ക് പള്ളി പോയത് കൊണ്ട് കിബിറ് വരും സാധ്യത ഉണ്ട്. മാത്രല്ല അവിടെ ചെന്നൈ മാർക്കം ചെല്ലാൻ എല്ലാവരും നിസ്കരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിബിറ് വേണ്ട സാധ്യത ഉണ്ട്. പക്ഷെ അവർക്ക് കിബിറ് വേണ്ടല്ല, അത് അവന്റെ നഫ്സ് അവർക്ക് ചൊല്ലി. അപ്പൊ അവന്റെ നഫ്സ് അവർക്ക് ചൊല്ലി, നീ അത് ആകണ്ട. അപ്പൊ ഈ നഫ്സിന് ചേഞ്ചസ് ആവശ്യം. ചെറിയുമ്പോ ചെറിയ മനസ്സ് നഫ്സ് ഫസ്റ്റിಗೆ ಬೆಳಕಾയിട്ടില്ല. ഞങ്ങൾ പെത്തപ്പോ ഒരു കിടം ഒരു തപ്പുവാകത്ത കിടം, നിഷ്കളങ്കമായ ഒരു ചെറിയ കിടം ബെന്നി ക്രമേണ അത് ബെടക്കായിട്ട് പോകും. അങ്ങനെ ക്രമേണ ബെടക്കായിട്ട് പോകുമ്പോ അതിപ്പോ ഒരു ചേഞ്ചസ് ആവശ്യം. ശരീരത്തിന് ചേഞ്ചസ് ആവശ്യമില്ല, പക്ഷെ ബെടക്കായിട്ട് ഒരു ചേഞ്ചസ് ആവശ്യം. അപ്പൊ ആ ചേഞ്ചസ് ആവശ്യമുള്ള കാരണം കൊണ്ട് അല്ലാഹു തആല എന്താക്കി ഈ റമദാൻ നമുക്ക് ഫർളാക്കി. കാരണം അല്ലാഹു തആല ഖുർആൻ ചൊല്ലുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിനാ ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു തആല ഖുർആനിൽ ചൊല്ലാ, ഞാൻ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് മാത്രമല്ല ഈ നോമ്പ് ചൊല്ലത് ഞാൻ ഫർളാക്കിയോ, അതിക്ക് പണ്ട് മുഅ്മിനായ സമുദായത്തിനും ഈ നോമ്പ് ചൊല്ലത് ഞാൻ ഫർളാക്കിയ. പക്ഷേ അല്ലാഹു തആല ഈ ഒരു തിങ്കൾ നമുക്ക് നോമ്പ് തന്ന ആ ഒരു തിങ്കൾ നോമ്പ് സരി പിടിക്കാനായിട്ട് ബണ്ട്. മാത്രമല്ല അല്ലാഹു തആല പിന്നെയും ചൊല്ല ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾക്ക് ഈ നോമ്പ് തന്നെ നിങ്ങൾ ആരോഗ്യ ബലവണികയാക്കുകയല്ല,
അല്ലെങ്കിൽ നിങ്ങളെ ഫിറ്റ്നസ് നല്ലാക്കുകയല്ല ഈ നോമ്പ് ഞാൻ എനിക്ക് തന്നോ, അല്ലെങ്കിൽ നിന്റെ അനാരോഗ്യത്തിന് നീ പോയിട്ട് ആരോഗ്യമാവണട്ടല്ല ഞാൻ എനിക്ക് നോമ്പ് തന്നത്. പക്ഷെ അല്ലാഹു തആല ഖുർആനിൽ എന്ത് ചൊല്ലുന്നുണ്ട്? ലഅല്ലകും തത്തഖൂൻ, നീ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുകയായിട്ട് ഈ നോമ്പ് നിനക്ക് ഫർളാക്കിരോ. അല്ലാഹു തആല നിനക്ക് ഈ ഫർളാക്കിയ നോമ്പ് നീ അല്ലാഹുവിനെ പേടിച്ച് ഇബാദത്ത് എടുക്കുകയായിട്ട്. അതുകൊണ്ടിട്ട് ഈ നഫ്സ് ചൊല്ലുന്നത് ഞങ്ങൾ അല്ലാഹുവിനെ വിടില്ല. അതുകൊണ്ടിട്ട് അല്ലാഹു തആല ഈ നോമ്പ് ഞങ്ങൾക്ക് ഇങ്ങനെ ഫർളാക്കിയ ചൊന്നിട്ടാണെങ്കിൽ ഇതൊരു പ്രാക്ടിക്കൽ മെത്തഡാക്കി അല്ലാഹു തആല ചൊന്നറ. കാരണം പോണൊന്ന് തിങ്ങൾ അവന് ബെടക്കാക്കി ജീവിച്ചിട്ട് അവൻ ആരാറും ഫിത്നാക്കിട്ടും ഫസാദാക്കിട്ടും ആരാർക്കും പറഞ്ഞിട്ടും ബെടക്കാക്കിട്ടും ജീവിച്ച ഒരു മനുഷ്യ അവനക്ക് ഒരു തിങ്ങൾ അല്ലാഹു തആല നീ ഒരു ചേഞ്ചസ് ആവണോട്ട് അല്ലാഹു തആല കൊടുക്കടാ. അല്ലാഹു തആല നിങ്ങൾ നോക്കൂ, അല്ലാഹു തആല നമുക്ക് രണ്ട് ശത്രുമാരല്ല. ഒന്ന് ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ, കാരണം എപ്പോഴും പ്രചോദനാക്കിലും തപ്പു നഫ്സായിരിക്കും. അപ്പൊ ഒരു ശത്രു ഞങ്ങളല്ല അമ്മാറത്തും, അത് അമ്മാറത്തും നഫ്സ്, അതേ നമ്മുടെ സ്വന്തത്തായി. രണ്ടാമത്തെ ശത്രു എന്ന് വെച്ചാൽ ഇന്ന ശൈത്താന അദുവ്വുൻ മുബീൻ, രണ്ടാമത്തെ ഞങ്ങൾ ശത്രുവായിട്ട് ശൈത്താൻ. അപ്പൊ രണ്ട് ശൈത്താൻ നമുക്ക് ഇരിക്കുമ്പോ ഞങ്ങൾ രണ്ട് ശൈത്താൻ എതിർക്കും കഷ്ടമുണ്ട് അല്ലെ. ഒരു ശത്രു എതിർക്കുക, പക്ഷെ രണ്ട് ശത്രു നമുക്ക് എതിർക്കും കഷ്ടമുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല എന്താക്കില്ല, റമദാൻ മാസത്തില് ശൈത്താനെ ചൊല്ലി ഞങ്ങൾ ശത്രു എന്താക്കില്ല കെട്ടിവെക്കണം. അവനോട് ഡയറക്റ്റ് സെപ്പറേറ്റ് വെപ്പിക്കില്ല. അവന് നിങ്ങൾക്ക് എന്ത് ഉപദ്രാക്കില്ല, അവൻ നമുക്ക് എന്ത് ഉപദ്രാക്കാവില്ല ഈ റമദാൻ മാസത്തിൽ. പക്ഷെ ഇന്നൊരു ഞങ്ങൾ ശത്രുവുണ്ട്, അത് ചൊല്ലി ഞങ്ങൾ സ്വന്തം തടി സ്വന്തം നഫ്സ്. പക്ഷെ ഞങ്ങൾ രണ്ട് ശത്രുവുള്ളൂ, ഇതിൽ വലിയ ശത്രു ഏത് ചൊല്ലി ഞങ്ങൾ സ്വന്തം തടി. നിങ്ങൾ ಗೊತ್ತಿಗೂ നിങ്ങൾ ഇടീ ലോകത്തെ ഇതിഹാസം നിങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ 10 ശത്രുവായിട്ട് ശൈത്താൻ, ഉൽഗത ശത്രുവായിട്ട് നമ്മുടെ സ്വന്തം നഫ്സ്. എല്ലാ ചരിത്രത്തിൽ നോക്കി, ഒരു ടിപ്പു സുൽത്താൻ ആവട്ടെ, ഹൈദരാബാദ് നിസാം ആവട്ടെ, എല്ലാ ചരിത്രത്തിൽ നോക്കൂ, അതിൽ അങ്ങ് കുടുങ്ങിയ ഒരേ ഒരു വിഷയത്തിൽ 10 ശത്രുലല്ല, ഉൽഗത ശത്രുലായിട്ട് കുടുങ്ങിയത്. അപ്പൊ ഞങ്ങൾക്ക് രണ്ട് ശത്രു ഉള്ള ഒന്ന് ശൈത്താൻ നമ്മൾ സ്വന്തം തടിയാകുമ്പോ ഞങ്ങൾക്ക് ശൈത്താന്റെ ആട്ടി വലിയ കഷ്ടം നമ്മൾ സ്വന്തം തടി നല്ലാക്കും. അപ്പൊ ശൈത്താന്റെ അല്ലാഹു തആല എന്താക്കിയ അല്ലാഹു ഈനാക്കಂತೆ ശൈത്താന്റെ ಬಿಟ್ಟು സ്വന്തം നഫ്സിനെ അവൻ എന്താക്കಂತೆ കെട്ടിവെക്കാൻ. പക്ഷെ അല്ലാഹു അങ്ങാക്കില്ല, ശൈത്താനെ കെട്ടിവെച്ച സ്വന്തം നഫ്സിനെ എന്താക്കിയ അങ്ങനെ വിട്ടുവിട്ടു. കാരണം ഈ ഒരു തിങ്കൾ അല്ലാഹു തആല ഒരു മനുഷ്യന് ഒരു പോണുന്ന തിങ്കൾ ಬೆಳಕಾയ ഒരു മനുഷ്യന് അവൻ എന്താക്കാവില്ല, ഒരു 4 ചേഞ്ചസ് ആവില്ല. ಅದಕ್ಕೆ അല്ലാഹു തആല എന്താക്കിയ ഒരു തിങ്കൾ കൊടുത്ത നിന്റെ നഫ്സിനെ നീ ശരിയാക്ക്. കാരണം നിനക്ക് ശൈത്താൻ നിന്റെ ഉപദ്രവാക്കില്ല, നിനക്ക് ശൈത്താന്റെ ബാത്തുള്ള ನೀನು ಒಂದು ತಿಂಗಳು ಸೇರ್ಪಾಡಿ ನಿಂದ ನಫ್ಸ್ ನೀ ಎಂದಕ್ಕೆ ನಿಯಂತ್ರಣದಲ್ಲಿ ಬಂದಿಟ್ಟು ನೀ ಅಲ್ಲಾಹ್ಗೆ ತಕ್ವಾ ಹಾಕೊಂಡು ನೀ ಜೀವಿಕೊಂಡು ಅಲ್ಲಾಹ್ ತಾಲ ಈ ಒಂದು ತಿಂಗಳು നോമ്പ് അല്ലാഹു തആല നിർബന്ധമാക്കി. അപ്പൊ ഈ നമ്മൾ സ്വന്തം നഫ്സ് നമുക്ക് എങ്ങനെ നിയന്ത്രണമാക്കുന്നുണ്ട് അല്ലാഹു തആല പ്രാക്ടിക്കൽ മെത്തഡായിട്ട് കാട്ടണം. കാരണം ഒരു നഫ്സ് ഏ വിഷയത്തിൽ അവൻ കേൾക്കില്ല, പക്ഷെ പൈസയിൽ അല്ലാഹു തആല എന്താവില്ല, അല്ല ഒരു മനുഷ്യ പസിയാക്കും എന്താവും ചേഞ്ചസ് ആവാൻ ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ വേറെ ഒരു വിഷയത്തിൽ അവൻ പിടിച്ചിട്ട് അവർ തടി ശരിയാക്കാൻ സാധിക്കും. ഇത് ഒരു സൂഫി മെത്തഡായിട്ട്. കാരണം ഒരു സൂഫി ആൾമാര് അങ്ങ് ಬೆಳಕಿರೋ ಬಿಡೋಕು ಕಾರಣ ಫಸ್ಟ್ ಎಂದಾಕಿಲ್ಲ ಹಂಗ ಹರಾಮಾಯದನ್ನ ಹಾಕೊಂಡಿಕ್ಕಿರಲ್ಲ, ಫಸ್ಟ್ ಹಂಗ ಹಲಾಲಾಯದನ್ನ ಹಾಕಿಲ್ಲ. ಕಾರಣ ಅವನು ತಾಗ ಅಪ್ಪಡೆ ತನಿ ಕುಡಿಕಿಲ್ಲ. ಕಾರಣ ಅವನೊಂದು ಪ್ರಾಕ್ಟಿಕಲ್ ಆಗ್ತದೆ. ನಂಗೆ ಹಲಾಲಾಯ ഒരു സംസം തന്യം ഹലാലായ അജുവ കാരಕ್ಕೆ പോലും നോമ്പുలు ഹറാം നോമ്പുలు ನಂಗೆ ತಿನ್ನತೀರ ಅದು ಹಲಾಲಾയത്. പക്ഷെ അല്ലാഹു തആല എന്താക്കുക അത്രയും പോലെ തിന്നൂല്ല. കാരണം എന്തിന് ನೀನು ಇದೇ പോലെ ಹಾಕಿ ನಾ ಎಂದಾಕಂಡ ಇದೇ പോലെ ഹലാല നീ വിട്ടു നിനക്ക് പ്രാക്ടീസ് ആവും. ഞാൻ എന്താവും നിനക്ക് ഹറാമിന്റെ വിടുക പ്രാക്ടീസ് ആവും. ചിലപ്പോൾ നിങ്ങൾ അന്തജാക്കിട്ട് ഒരു തിങ്കൾ നോമ്പായാൽ പിന്നെ നിങ്ങൾ സാക്കി നോമ്പിയാൽ പിന്നെ ചിലപ്പോൾ നിങ്ങൾ തന്നി കുടിക്കും വർക്കൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ആവും നിങ്ങൾ കൈ അങ്ങനെ നോമ്പുണ്ടല്ലേ, പക്ഷെ നിങ്ങൾക്ക് നോമ്പ് ഇക്കല്ല. പക്ഷെ അത് അല്ലാഹ് നിങ്ങൾ ആ ഒരു തിങ്കളാക്കിയ പ്രാക്ടീസ് ആയിരിക്കും. അപ്പൊ ഇതൊരു പ്രാക്ടീസ് ആയി. ഈ ഒരു തിങ്കൾ കഴിഞ്ഞിട്ടും ഒരു മനുഷ്യ അവന് ശരിയായിട്ടില്ലാണ്ട് കണ്ടന്റ് ആയെങ്കിൽ ಅವನು ಚಿಂತಿಕೋಣ, ಮನಸ್ಸು ಕೈ ಬೆಚ್ಚಿ ಚಿಂತಿಕೋಣ. ಕಾರಣ ಈ ಒಂದು ತಿಂಗಳು ಅಲ್ಲಾಹು ತಆಲ ಚೇಂಜಸ್ ಆವತ್ತಂದ್ರ പക്ഷെ ನಾ ಚೇಂಜ್ ಆಯ್ತಲ್ಲ. ಅಪ್ಪ ನಂಗೆ ಈ ನೋವು ಎಂದ್ರಾಯ್ತು, ನಾ ನೋವು ಬಿಟ್ಟು ಸರಿಯಾಡ അല്ലെങ്കിൽ ನಾ ಇಬಾದತ್ എടുത്ത് ಸರಿಯಾಡ ಅವನು ಚಿಂತಿಕೋಣ. ಅಪ್ಪ ಈ ಒಂದು ತಿಂಗಳು ಅಲ್ಲಾಹು ತಆಲ ನನಗೆ ತನ್ನ ಇದ್ರ ಪ್ರತಿ ಒಂದು ನಿಮಿಷ ನನಗೆ എന്താക്കണം ഇതിൽ ഞങ്ങൾ ഉപയോഗമാക്കണം. ഈ ഒരു തിങ്കൾ പോയാൽ ഞങ്ങൾ ചിന്തിച്ച് കാരണം ഒരു കവി ചൊല്ല वक्त के लिए काफी है ये एक कतरा आबे खुश हंगाम का, अगर जल गया खेत तो फिर बरसात किस काम का.
അതായത് ഒരു കളിച്ചൊല്ല്, നീ ഒരു കൃഷിയാക്കണം എന്താക്കട, നെല്ലിട്ടിട്ട് ഒരു തിങ്ങൾക്ക് ആക്കണ മല ಬಂಡ ഒരു തിങ്ങൾ മല ಬಂಡ ജനാമത്തെ നിങ്ങൾക്ക് ആക്കണ മല ಬಂಡ അണ്ടു മല ಬಂಡ അവനിട്ട് നെല്ല് എന്താവണം കത്തിട്ട് ഉണങ്ങിട്ട് ഇല ചാമ്പലായിട്ട് കൊണ്ട് എന്തില്ലാത്ത പലായിട്ട് കൊണ്ട് അങ്ങനെ എന്തില്ലാത്ത അയൽപ്പറ എന്താക്കട കൃഷിയെല്ലാം ലാസ്റ്റ് ಎಲ್ಲಾದ ಒಟ್ಟಿಯಾಗಿ ಆಡೆಲ್ಲ ಬಿಟ್ಟಿಟ್ಟು എന്താക്കുന്നത് സഭയാಗಿ ಮಾತ್ರ ലാസ്റ്റ് എന്താക്കുന്നത് ಅವನೆಲ್ಲ ಒಟ್ಟಿಯಾಗಿ ಕತ್ತುಪಾಟ ನಿಂಗೆಲ್ಲ ಒಂದು ಕೃಷಿ ಆಗಂತ ಒಂದಿಟ್ಟು അങ്ങനെ കത്തുപാട്ടിട്ട് അവൻ നെക്സ്റ്റ് എന്താക്കുക കൃഷിക്ക് അവൻ റെഡിയാക്കണം. അപ്പൊ നെക്സ്റ്റ് കൃഷി അവൻ റെഡിയാക്കുമ്പോൾ സുമാറ് മല ಬಂತು. ഫസ്റ്റ് അവന് നെല്ലിട്ടപ്പോൾ മല വന്നിട്ടില്ല, അവനെല്ലാം ക്ലീൻ ആക്കിയാൽ പിന്നെ എന്തായിട്ട് നല്ല മല ಬಂತು. 2 തിങ്കൾ 3 തിങ്കൾ കണ്ടിന്യൂസ് മല ಬಂತು. പക്ഷെ പ്രയോജനം ഉണ്ടോ? ഒരു പ്രയോജനമില്ല. അവന്റെ കൃഷിക്ക് എന്തിനാ വാല്യൂ കിട്ടുക? എന്ത് കിട്ടുക? കാരണം ഈ അതേപോലെ ഈ റമദാൻ മാസം അല്ലാഹു തആല ഈ ഒരു തിങ്കൾ തന്നെ, ഈ ഒരു തിങ്കൾ ഞങ്ങൾ അത് യൂസ് ആക്കിയാൽ മാത്രം ഞങ്ങൾക്ക് അത് എതിരാവുള്ളൂ. ಪ್ರತಿ ಒಂದು ಸೆಕೆಂಡ್ ಅಲ್ಲಾಹ್ವುടെ റഹ്മത്തും അല്ലാഹുടെ ബർക്കത്തും അല്ലാഹുടെ കരുണ പ്രതി ഒരു എല്ലാ ഖജാന തുറക്കുന്ന നാളായിട്ട് ഈ റമദാൻ മാസം. അപ്പൊ ഈ റമദാൻ മാസത്തിൽ ഞങ്ങൾ അല്ലാഹുടെ കേൾക്കുന്നതെല്ലാം കേൾക്കുന്നു, പ്രതി ഒരു സെക്കൻഡ് ഞങ്ങൾ യൂസ് ആക്കുന്നു. ഞങ്ങൾ ചിലപ്പോൾ ദിക്റെടുക്കുക ആവല്ല, ചിലപ്പോൾ ഈ സ്വറാക്കി ಬಂದ ഉച്ചൽ പിന്നെ എന്താവും നാളെ പസക്കില്ല. ആ ടൈമിൽ ഞങ്ങൾ എന്താക്കണം, ഞങ്ങൾക്ക് തസ്ബീഹ് ആവല്ല, ചിലപ്പോൾ ആവില്ല, അങ്ങനെ ആവില്ല. ആ ടൈമിൽ ഞങ്ങളെ ಬಗ್ಗೆ ചിന്തിക്കും, ഞാൻ ഇത്രത്തോളം ನಾನು ಅಲ್ಲಾಹ್ಗೆ ಇಷ್ಟಪಟ್ಟರೆ ಅಮಲ್ ಹಾಕಿರಿ, അല്ലെങ്കിൽ ಅಲ್ಲಾಹ್ನ ರಸೂಲ್ಗೆ ಇಷ್ಟಪಟ್ಟರೆ ಅಮಲ್ ಹಾಕಿರಿ, അല്ലെങ്കിൽ ನಾನು ಅವ್ರ ಸ್ವರ್ಗಕ್ಕೆ ಕೊಂಡು ಅಮಲ್ ಹಾಕಿಟ್ಟಿಲ್ಲ. ಅದರ ಬಗ್ಗೆ ನಾನು ನನ್ನ ಬಗ್ಗೆ ಇಂಟ್ರೋಸ್ಪೆಕ್ಟ್, ഞങ്ങളെ ಬಗ್ಗೆ ನನ್ನ ಸ್ಕ್ಯಾನ್ ಹಾಕು, ನಾನು ಸರಿ ಇಲ್ಲ ಅಂತ ಸ್ಕ್ಯಾನ್ ಹಾಕಿ ഞങ്ങളെ ಬಗ್ಗೆ ചിന്തിக்கிறേക്കും. അല്ലാഹു തആല 44 എത്രമാ തിങ്കൾ ഇബാദത്ത് എടുക്കാൻ കാട്ടി അവന് സ്വന്തം നഫ്സിനെ ಬಗ್ಗೆ ನಾನು നല്ലല്ലേ ಬೆಳಕುಲ್ಲ ಅಂತ ಚಿಂತನೆಗೆ ಅಲ್ಲಾಹು ತആല ಕೂಲಿದಂತ. ಅಪ್ಪ ಇದುം ಅದ ನಂಬರ್ ಹಾಕು. ಅಪ್ಪ ಅದಕ್ಕೂ ಅಲ್ಲಾಹು ತಆല ತಗನ ಕೂಲಿದಂತ ತಸ್ಬೀಹ್ ಚೊಲ್ಲಗಾವല്ലേ ಅಲ್ಲ ಸಲಾ ಚೊಲ್ಲಗಾವല്ലേ. ഇത് ഞങ്ങളെ ಬಗ್ಗೆ ചിന്തിക്കുക അത്ര കഷ്ടമില്ല. ഞങ്ങളെ ಬಗ್ಗೆ ചിന്തിച്ചിട്ടും ഈ ഒരു റമദാൻ മാസം എന്താക്കും ഞങ്ങൾ ഉപയോഗിക്കും. റമദാൻ മാസം പോയാൽ പിന്നെ ಅದರ ಬಗ್ಗೆ ಚಿಂತಿಸಿದ ಕಾರ್ಯമുണ്ട്. അത് ആ കവി ചെന്ന പോലെ നീ ഒരു തിങ്ങൾക്ക് അവർക്ക് ഒരു സെക്കൻഡ് മല ಬಂದ ಮೇಲೆ ಅಂತ നമുക്ക് ആ കൃഷി പോലും കിട്ടുന്നത്. പക്ഷെ എല്ലാം പോയാൽ പിന്നെ 1000 മല വന്നിട്ട് എന്ത് പ്രയോജനം? അതുപോലെ ഞങ്ങൾക്കും അങ്ങനെ ഫീൽ ആവും. അതുകൊണ്ട് ഈ ഒരു തിങ്കൾ നല്ല രീതിയിൽ നമുക്ക് യൂസ് ആക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.